പെരുന്നാൾ തല്ലേ ഹലോ, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ബോയ് ആൻഡ് സിസ്റ്റേഴ്സ്. അപ്പോൾ ഇന്ന് നമ്മളെ പെരുന്നാൾ വ്ളോഗാണ്, ഈദ് വ്ളോഗാണ്. അപ്പം എല്ലാവരും കാത്തിരിക്കുന്നുണ്ടാവും. കാരണം റമദാൻ ഡേ ഇൻ മൈ ലൈഫ് ഇട്ടതിൻ്റെ ശേഷം ഈദ് ഡേ ഇൻ മൈ ലൈഫ് അല്ലെങ്കിൽ ഈദ് വ്ളോഗ് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പം നമ്മളെന്തായാലും ഒരു ഈദ് വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഇരുന്ന് കാണുക, എൻജോയ് ചെയ്യുക. പിന്നെന്താ, നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ കുഞ്ഞു ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്തെടുക്കുക. കൂടുതൽ അങ്ങനെ ബോറടിപ്പിക്കുന്നില്ല. അപ്പൊ മൈലാഞ്ചി ഒന്ന് കാണിച്ചതാ. ലാസ്റ്റ് നമ്മൾ ഇവിടെ തന്നെ എത്തിയിട്ടാ, വീഡിയോ പോവാം. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ വീഡിയോ. അങ്ങനെ നമ്മൾ നേരത്തെ എണീറ്റ് നിസ്കരിച്ചൊക്കെ കഴിഞ്ഞ് ക്ലീൻ ചെയ്യാൻ ഇറങ്ങി. വലിയ കച്ചറയും കാര്യമൊന്നും ഇല്ലെന്ന്, പക്ഷെ എന്നാലും ചെറുതായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് വീടൊക്കെ സെറ്റാക്കിയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും വരുന്നതാണ്. ബ്രേക്ക്ഫാസ്റ്റ് വളരെ ലൈറ്റായിട്ടാണ് നമ്മൾ കഴിക്കുക. അപ്പോൾ ഒക്കെ ഒന്ന് സെറ്റാക്കി ഈദ് മുബാറക്. ഇതാരോട് വന്നാ? അങ്ങനെ ഞങ്ങൾ എല്ലാവരും വന്നു കഴിഞ്ഞതിന് ശേഷം ചാടിക്കാനിരുന്ന് ഉണ്ണിയപ്പം നെയ്യപ്പം. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് തന്നെ ഐസിനൊക്കെ കുളിപ്പിച്ച് റെഡിയാക്കി കൊടുത്ത് ഡ്രസ്സൊക്കെ ഇട്ട്. കാരണം അവന് നേരത്തെ ഫുഡ് കഴിച്ച് കിടന്നുറങ്ങും. അപ്പം അതിൻ്റെ മുന്നേ അവനൊന്ന് റെഡിയാക്കി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച്. എന്താ ഇങ്ങനെ പാവായി നിൽക്കുന്നത്? ഈദ് മുബാറക്. വാങ്ങിക്കൂടെ? ഈദ് മുബാറക്. അല്ല, ഈ കൈ കൊണ്ട് കൊടുക്കാൻ മതി. ഈദ് മുബാറക്. അപ്പം നമ്മളെ മോള് എന്ന് പറഞ്ഞാൽ നമ്മളെ എളാപ്പാൻ്റെ മോളാണ്. അവളെ ഫസ്റ്റത്തെ പെരുന്നാളായിരുന്നു. അപ്പം ഞങ്ങൾ ഡ്രസ്സൊക്കെ വാങ്ങിക്കൊടുത്ത് കൊടുത്താളെ നമ്മള് ഡ്രസ്സൊക്കെ അതിൽ തന്നെ അയൺ ചെയ്തിരുന്നു. റീമ മടിച്ചായോണ്ട് ഡ്രസ്സ് അയൺ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ എന്താ ഡ്രസ്സ് കാര്യങ്ങളെന്നൊക്കെ കാണാം. ഇനി ഒന്ന് പോയി കുളിച്ച് മാറ്റി റെഡി ആയിട്ട് കാണാം. ഓക്കെ, അപ്പൊ ഞങ്ങള് രണ്ടാളും ഞങ്ങളെ ടൈം എടുത്തിട്ട് കുളിച്ച് റെഡി ആയിക്കാണ്. ഒന്നൊന്ന് റെഡി ആവട്ടെ. ഡ്രസ്സൊക്കെ ഇട്ട് മുടിയൊക്കെ കെട്ടി ഒന്ന് ഇന്ന് നല്ല മഴയായിരുന്നു. ഞങ്ങൾ പുറത്തൊക്കെ പോവാൻ പറ്റുകയാണെങ്കിൽ ജമീൽ താത്താൻ്റെ അടുത്തേക്കൊക്കെ പോവാമെന്ന് വിചാരിച്ചിരിക്കുന്നു. പക്ഷെ നല്ല മഴ ആയി പോയി. ഞങ്ങൾ മാറ്റി ഇറങ്ങിയത് ഈ മഴയ്ക്കാണ്. രസണ്ടാ? രസണ്ടാ?
ഒക്കെ റെഡിയാക്കി വെച്ചിരിക്കണം. ഇനി തിന്നാൻ മാത്രം ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ ഒക്കെ റെസിപ്പി. വേറെ ഉണ്ട്, ഇതും ഉണ്ട്. എല്ലാത്തിന്റെ റെസിപ്പി ഇട്ടിക്കണ്. അപ്പൊ മേലെ എവിടെയെങ്കിലും കൊടുക്കാൻ പോയി ചെക്ക് ചെയ്യാം. ഇത് ഇതിന്റെ മുകളിൽ ഇടാൻ പറഞ്ഞു. എല്ലാരോടും ഈദ് മുബാറക്ക് പറഞ്ഞാലേ. അപ്പൊ നീ ചോറുന്നല്ലേ? പെരുന്നാളത്തല്ലേ ഓണത്തല്ലേ നേട്ടിക്കണ്. ഡ്രസ് ഒക്കെ ഇൻസ്റ്റാഗ്രാമിൽ വരും, പോയി ചെക്ക് ചെയ്യാം. എവിടെന്നാന്നൊക്കെ ഉണ്ടാവും ഡീറ്റെയിൽസ് ഒക്കെ. പിന്നെ റിവെന്റ് നമ്മൾ കൂട്ടല്ലാതെ എടുത്താണ് ഫ്രണ്ടിന്റെ ഷോപ്പിൽ നിന്ന്. അപ്പൊ ഇതാണ്. ഇനി പോയി മാമുണ്ണാൻ തേടുമ്പോൾ ഓടിപ്പാഞ്ഞെത്തും. നല്ല അടിപൊളി ബീഫ് വരട്ടുണ്ടായിരുന്നു. ബീഫ് എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ്. അപ്പോൾ ബീഫ് ഉണ്ടായിരുന്നു, പായസം ഉണ്ടായിരുന്നു, ബിരിയാണിയാണ് പിന്നെ സ്പെഷ്യലായിട്ടുള്ളത്. ചിക്കൻ ബിരിയാണി ആയിരുന്നു. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കണ തിരക്കിലാണ്. ഈ ഒരു പെരുന്നാൾക്ക് എനിക്ക് എന്താ അറിയില്ല, ബിരിയാണി തിന്നാൻ തീരെ മൂടില്ലായിരുന്നു. അതിനകത്ത് ഞാൻ സാധാ ചോറാണത്. സാധാ ചോറും മഞ്ഞക്കറിയും അതിക്ക് ബീഫ് വരട്ടിയതും. സത്യം പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ബിരിയാണിനെക്കാട്ടിലും. എന്താ അറിയില്ല, ഭയങ്കരമായിട്ട് വേറൊരു ഫീൽ ചെയ്യുന്നു ഇത് മൂന്നും കൂടെ കഴിക്കാൻ. ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളെ ഐസി എണീറ്റ് ഉറങ്ങിയിരുന്ന ആള്. അപ്പോൾ അത് എണീറ്റ് ഇങ്ങനെ ഇരിക്കുകയാണ്. മച്ചി ഫോട്ടോ എടുക്കാൻ ഇറങ്ങിയതാട്ടാ. ഫോട്ടോ ആണ്. നിക്ക് നിക്ക് നിന്നൊടുക്ക്. വേറെ ഒരു പണിയില്ല. പേരന്റെ ഉള്ളിൽ ഇതാണ് മെയിൻ ഫോട്ടോ റീൽസ്. പുറത്ത് പോവാ, ഫോട്ടോ എടുക്കുക, വേറെ ഒരു വഴി. അപ്പൊ ഞങ്ങൾ ഇന്ന് റീൽസ് എടുക്കാന്ന് വിചാരിച്ചു കുറച്ച്. അപ്പോൾ എന്തായാലും ആ റീൽസ് ഞാൻ ഇടട്ടെ. ആഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇതും. ഇനി എന്താ കുറച്ചിട്ട് കൂട്ടിയും പായസമൊക്കെ കൊടുക്കാം. അപ്പൊ നമ്മള് റീൽസ് ഒക്കെ എടുത്തിട്ട് കാണാം. ഓക്കെ, പായസം പറ്റിയാട്ട വിളമ്പ. എന്താണ് പായസം വീഴും? എന്താണ് വിളമ്പ വളമ്പ. ഇത് രസം ഉണ്ടല്ലേ എന്നുള്ളത് പറയട്ടാ. കുടിച്ചിട്ട് കുടിച്ചൂടി. രസമുണ്ടാ? നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് റെസിപ്പി ആണോ? മമ്മ മാസ്റ്റർ ഷെഫാണ്. ആക്കി ആ അല്ല റീമ പപ്പാക്ക് പായസം കിട്ടിയില്ല. പായസം ഉണ്ടാവും. ഞാൻ പായസം ചെറുപയറ്
പോരാ ഞാൻ ലംബിച്ച് ഉണ്ടാക്കിയാ മതി. രസമില്ല? എന്താ 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 പ്രശ്നം? ഇതിൽ എന്തൊക്കെ കുറവുണ്ട്? മധുരം കുറവുണ്ട്. നിങ്ങൾക്കപ്പൊ ഷുഗർ ഉണ്ട്. ആയി ശരി, എന്നാ പറയണ്ട അല്ലേ. അപ്പോൾ ഒരുവിധം ഞങ്ങളെല്ലാവരും മയങ്ങിക്കണ് ബിരിയാണി ഒക്കെ തിന്നപ്പോത്തിന്. ഇനി പുഡിങ്ങും കൂടെ തിന്നിട്ട് നേരെ കിടക്കാനുള്ള പ്ലാൻ. അത് കഴിഞ്ഞിട്ട് രാത്രിക്കത്തെ കുറച്ച് വിശേഷങ്ങളുമായി തിരിച്ചു വരും. നമുക്ക് റീമ കത്തിക്ക് കത്തിക്ക്. ഞാൻ പേടിക്കണ്ട. ഈ തുമ്പതാ, ഈ തുമ്പ് മതി. കത്തിക്ക്. ആ പൂത്തിന് കഴിയോ? ഹൈസിയ ഹൈസിയ ലൈറ്റ് എവിടെ? പടക്കം എവിടെ? പടക്കം തീ എവിടെ? കത്തിച്ചോ? ഒരു പേടിയും പേടിക്കണ്ട, ഓടിയാ മതി. അല്ലാ, ഓടിക്കോ ഓടിക്കോ. പൊട്ടി. അപ്പോൾ ഇടയ്ക്കൊക്കെ സംഭവിക്കണ പോലെ നമുക്ക് വൈൻഡപ്പ് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു ഞങ്ങളെ രീതിക്കുള്ളൊരു ഈദ് സെലിബ്രേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഒരു പ്രാവശ്യം കൂടെ എല്ലാവർക്കും ഈദ് മുബാറക്. അപ്പോൾ എല്ലാവരും ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ആ കുഞ്ഞ് ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തായാലും ഇനി ഒരു അടുത്തൊരു അടിപൊളി വീഡിയോ വരുന്നവരേക്കും ബൈ.